ഇസ്രയേലും ഇറാനും തമ്മിലുള്ള സംഘർഷം യാതൊരു അയവും കാണാതെ തുടരുകയാണ്. രണ്ടു കൂട്ടരും മിസൈലുകൾ അയച്ച് ഡ്രോണുകൾ പറത്തി അവരുടെ ശക്തി പരീക്ഷിക്കുകയാണ്. ആകാശത്തിലുള്ള അവരുടെ മേധാവിത്വം എത്രത്തോളം ഉണ്ടെന്ന് പരീക്ഷിക്കുകയാണ്. ഇതിനിടയ്ക്കുണ്ടായ രണ്ട് പ്രധാനപ്പെട്ട സംഭവ വികാസങ്ങൾ ശ്രദ്ധ ആകർഷിക്കുന്നതാണ്. ഒന്ന്, ടെഹ്റാനിൽ നിന്ന് ആളുകൾ ഒഴിഞ്ഞു പോകണമെന്ന ട്രംപിന്റെ ആഹ്വാനം. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അങ്ങനെ പറഞ്ഞിരിക്കുക. നേരത്തെ നെതന്യാഹു പറഞ്ഞതാണ്, ജനങ്ങളെ ടെഹ്റാനിൽ നിന്ന് ഒഴിഞ്ഞു പോകണം, ഞങ്ങൾ അവിടെ ആക്രമണം നടത്താൻ പോവുകയാണ്, അവിടെ ധാരാളം കാഷ്വാലിറ്റീസ് ഉണ്ടാവാൻ സാധ്യതയുണ്ട് എന്നൊക്കെ നെതന്യാഹു പറഞ്ഞതാ. അതിന്റെ പിന്നാലെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ഇതേ ആവശ്യം അല്ലെങ്കിൽ ഇതേ കാര്യം ടെഹ്റാനിലെ ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ചിരിക്കുകയാണ്. എത്രയും വേഗം ടെഹ്റാൻ വിട്ടുപോവുക. അതുപോലെ തന്നെ കനഡയിൽ നടന്നുകൊണ്ടിരുന്ന വളരെ പ്രധാനപ്പെട്ട G7 ഉച്ചകോടി, അതിൽ അമേരിക്ക ഒരു പ്രധാനപ്പെട്ട കക്ഷിയാണ് അല്ലെങ്കിൽ ഒരു പ്രധാനപ്പെട്ട അംഗരാജ്യമാണ്. അതിൽ പങ്കെടുക്കാൻ ട്രംപ് കനഡയിലെത്തിയിരുന്നു. പക്ഷേ ഇന്നലെ രാത്രി തന്നെ അദ്ദേഹത്തിന്റെ അവിടുത്തെ ബാക്കി പരിപാടികൾ റദ്ദു ചെയ്ത് അമേരിക്കയിലേക്ക് മടങ്ങിയിരിക്കുകയാണ്. അവിടെ അദ്ദേഹം അമേരിക്കയുടെ സുരക്ഷാ കൗൺസിലിന്റെ യോഗവും വിളിച്ചു കൂട്ടിയിരിക്കുകയാണ്. ഇത് രണ്ടും വളരെ സുപ്രധാനങ്ങളായ രണ്ട് സംഭവ വികാസങ്ങളാണ്. യുദ്ധത്തിന്റെ ഗതിയെ തന്നെ ബാധിക്കാവുന്ന തരത്തിലുള്ള ഡെവലപ്മെന്റ്സ് ആയിട്ട് നമുക്കിതിനെ കാണാൻ കഴിയും. ഇതുവരെ പശ്ചിമേഷ്യയിൽ നടക്കുന്ന സംഭവ വികാസങ്ങൾ സശ്രദ്ധം വീക്ഷിക്കുമ്പോൾ ഒരു കാര്യം വ്യക്തമാവുക, ഇസ്രയേലിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറയുന്നത് ഇറാനിലെ ഇപ്പോഴത്തെ ഇസ്ലാമിക ഭരണകൂടത്തെ നിഷ്കാസനം ചെയ്യുക, അതിനെ അട്ടിമറിക്കുക, പകരം പുരോഗമന ചിന്തയുള്ള ജനാധിപത്യ സ്വഭാവമുള്ള ഒരു ഗവൺമെന്റിനെ കൊണ്ടുവരിക എന്നാണ്. അതിന് തീർച്ചയായിട്ടും അമേരിക്കയുടെ സഹായവും പിന്തുണയും ലഭിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കുകയും ചെയ്യാം. ഇറാനും കാര്യങ്ങളുടെ പോക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കുന്നുണ്ട്. അവർ അമേരിക്കയുടെ ഒരു ഇടപെടലിന് വേണ്ടി ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അമേരിക്ക ഇടപെട്ടാൽ അല്ലെങ്കിൽ അമേരിക്ക പറഞ്ഞാൽ നെതന്യാഹു കേൾക്കും. ഇറാന്റെ പ്രതിരോധ കാര്യമന്ത്രി പറഞ്ഞത്, വാഷിംഗ്ടണിൽ നിന്നുള്ള ഒരു കോൾ മതി നെതന്യാഹുവിനെ നിയന്ത്രിക്കാൻ സാധിക്കും, അല്ലെങ്കിൽ യുദ്ധത്തിൽ നിന്ന് അദ്ദേഹത്തെ പിന്മാറ്റാൻ കഴിയും എന്നാണ്. അതായത് അമേരിക്ക ഇടപെടണം, ട്രംപ് ഇടപെടണം. നേരിട്ട് ആവശ്യപ്പെടാൻ അവർക്ക് താല്പര്യമില്ല. കാരണം അവർ നേരത്തെ തന്നെ അമേരിക്കയും ഇറാനും തമ്മിലുള്ള ആണവ ചർച്ചകള് ഏകപക്ഷീയമായിട്ട് റദ്ദാക്കിയതാണ്. അതുകൊണ്ട് അവർക്ക് നേരിട്ട് ഈ ആവശ്യം ഉന്നയിക്കുന്നതിന് ചില പരിമിതികളുണ്ട്. അതുകൊണ്ട് തന്നെ ഇറാനോടും സൗഹൃദം പുലർത്തുന്ന സൗദി അറേബ്യ, ഒമാൻ, ഖത്തർ മുതലായ രാജ്യങ്ങളോട് നിങ്ങളുടെ നല്ല ബന്ധങ്ങൾ, ട്രംപുമായിട്ടുള്ള സൗഹൃദ ബന്ധം ഉപയോഗിച്ച് നെതന്യാഹുവിനെ ഒരു സന്ധി സംഭാഷണ മേശയ്ക്ക് മുമ്പിലേക്ക് കൊണ്ടുവരണം, അതിന് നിങ്ങളുടെ സ്വാധീനം ഉപയോഗിക്കണം എന്നുള്ളതാണ്. ടെഹ്റാനിൽ നിന്ന് ജനങ്ങൾ ഒഴിഞ്ഞു പോകണമെന്ന് നെതന്യാഹു നേരത്തെ അഭ്യർത്ഥിച്ചിരുന്നുവെന്ന് പറഞ്ഞുവല്ലോ. അതിന്റെ തൊട്ടു പിന്നാലെ അവർ നഗരത്തില് വലിയ തോതിലുള്ള മിസൈൽ ആക്രമണമാണ് നടത്തിയത്. ഇറാന്റെ ഔദ്യോഗിക ടെലിവിഷൻ സ്റ്റുഡിയോ അവര് ആക്രമിച്ച് തകർത്തു. അതിന്റെ ഒരു നല്ല ഭാഗം കത്തിപ്പോയി. അതുപോലെ തന്നെ മന്ത്രാലയങ്ങള്, മിനിസ്ട്രിയുടെ ഓഫീസുകൾ, അതിനു നേർക്ക് കൃത്യമായ ആക്രമണങ്ങൾ ഉണ്ടായി. ഇതെല്ലാം കൂടാതെ നതാൻസിലെ ആണവോർജ കേന്ദ്രങ്ങളുടെ നേർക്ക് വീണ്ടും ആക്രമണം ഉണ്ടായി എന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. ജനവാസ കേന്ദ്രങ്ങളിലും അവരുടെ മിസൈലുകൾ പതിച്ചിട്ടുണ്ട്. അങ്ങനെ തിങ്കളാഴ്ച രാത്രിയിലെ ആകാശ യുദ്ധത്തിൽ ഏതാണ്ട് ഇസ്രയേലിന് മേൽക്കൈ ലഭിച്ചു എന്നുള്ള വിവരമാണ് പുറത്തു വരുന്നത്. ടെഹ്റാന്റെ ആകാശം അവരുടെ വരുതിയിലായിരുന്നു, നിയന്ത്രണത്തിലായിരുന്നു എന്നാണ് ഈ മിസൈൽ ആക്രമണവുമായി ബന്ധപ്പെട്ട വാർത്തകൾ സൂചിപ്പിക്കുന്നത്. നെതന്യാഹുവിന് പിന്നാലെ ട്രംപും ടെഹ്റാനിൽ നിന്ന് ഒഴിഞ്ഞു പോകാൻ ജനങ്ങളോട് ആവശ്യപ്പെട്ടപ്പോൾ അതൊരു കൃത്യമായ സൂചനയാണെന്ന് പറഞ്ഞുവല്ലോ. അതായത് അവിടേക്ക് അല്ലെങ്കിൽ ടെഹ്റാനിലേക്കുള്ള ഇസ്രായേലിന്റെ ആക്രമണം ഇനി കൂടുതൽ ശക്തിപ്പെടാനാണ് സാധ്യത എന്നാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. കാരണം ഇസ്രായേലിന്റെ എല്ലാ നീക്കങ്ങളും, സൈനിക നീക്കങ്ങളെല്ലാം തന്നെ അമേരിക്ക അറിഞ്ഞു തന്നെയാണ്. അല്ലെങ്കിൽ അമേരിക്കയോട് അവർ സംസാരിക്കുന്നുണ്ട് ഈ കാര്യങ്ങൾ, ഇന്ന കാര്യങ്ങൾ ചെയ്യാൻ പോകുന്നു എന്നുള്ളത്. അത് മനസ്സിലാക്കിക്കൊണ്ടാവണം ടെഹ്റാനിലെ ജനങ്ങളോട് ട്രംപ് ഇതുപോലൊരു അഭ്യർത്ഥന നടത്തിയത്. അത് മാത്രമല്ല, ഇന്ത്യ, ചീന തുടങ്ങിയ രാജ്യങ്ങൾ ഇറാനിലുള്ള അവരുടെ പൗരന്മാരോട് ഒഴിഞ്ഞു പോവാൻ ആവശ്യപ്പെട്ടിരിക്കുകയുമാണ്. സുരക്ഷാ സങ്കേതങ്ങളിലേക്ക് മാറ്റാൻ അവരവരുടെ എംബസികൾക്ക് നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. ഇതൊക്കെ കണക്കിലെടുക്കുമ്പോൾ പശ്ചിമേഷ്യയിൽ കൂടുതൽ ശക്തമായ ഒരു പ്രത്യാക്രമണങ്ങൾക്ക് സാധ്യതയുണ്ടെന്ന് കരുതേണ്ടിയിരിക്കുന്നു. ട്രംപ് G7 ഉച്ചകോടി വിട്ട് പെട്ടെന്ന് അമേരിക്കയിലേക്ക് മടങ്ങിയതിലും ഈ പ്രാധാന്യം നമുക്ക് കാണാൻ കഴിയും.
അമേരിക്ക എത്തിയതിനു ശേഷം അദ്ദേഹത്തിന്റെ ഉപദേഷ്ടാക്കളുമായി സംസാരിച്ച് ഈ കാര്യത്തിൽ എന്ത് നടപടിയെടുക്കാൻ സാധിക്കും, സമാധാനം പുനഃസ്ഥാപിക്കുന്നതിന് അമേരിക്കയുടെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും നടപടികൾ ഉണ്ടാവേണ്ടതുണ്ടോ എന്ന കാര്യം ആലോചിക്കും എന്ന് വ്യക്തമാണ്. പക്ഷേ കഴിഞ്ഞ ദിവസം ട്രംപ് നടത്തിയ ഒരു പ്രസ്താവന, അതായത് സമാധാന പുനഃസ്ഥാപനത്തിന് അമേരിക്കയുടെ ഭാഗത്തു നിന്ന് ചില നീക്കങ്ങൾ ഉണ്ടാകും എന്ന് പറഞ്ഞത്, പക്ഷെ അതിൽ നിന്ന് അല്പം മാറ്റം, വ്യതിചലനം അമേരിക്കയുടെ നയത്തിൽ ഉണ്ടായിട്ടുണ്ടോ എന്നും നമുക്ക് സംശയിക്കാവുന്നതാണ്. കാരണം G7 ഉച്ചകോടിയിൽ എല്ലാ അംഗരാഷ്ട്രങ്ങളും ചേർന്ന് പശ്ചിമേഷ്യയിലെ യുദ്ധസന്നാഹങ്ങൾ കുറയ്ക്കണം, യുദ്ധഭീതി ഇല്ലാതാക്കണം, ഡീഎസ്കലേറ്റ് ചെയ്യണം എന്ന ആവശ്യം ഉന്നയിച്ചുകൊണ്ട് ഒരു പ്രമേയം പാസ്സാക്കുന്നതിനുള്ള ശ്രമങ്ങൾ അല്ലെങ്കിൽ നീക്കങ്ങൾ നടത്തിയിരുന്നു. പക്ഷെ അമേരിക്ക അതിനോട് യോജിച്ചില്ല. അതിൽ ഒപ്പിടുന്നതിന് ട്രംപ് തയ്യാറായില്ല. പിന്നീട് അവർ പാസ്സാക്കിയ ഒരു പ്രമേയത്തിൽ ഡീഎസ്കലേറ്റ് ചെയ്യണം, അവിടുത്തെ സൈനിക നീക്കങ്ങളുടെ തീവ്രത കുറയ്ക്കണം, അല്ലെങ്കിൽ സമാധാന കാലത്തേക്ക് തിരിച്ചു പോകണം എന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. പക്ഷേ അതോടൊപ്പം തന്നെ ഇസ്രയേലിന് അവരുടെ സ്വരക്ഷയ്ക്ക് എന്തും ചെയ്യാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടായിരിക്കും എന്നുകൂടി ആ പ്രമേയത്തിൽ ചേർത്തിട്ടുണ്ട്. ഖമനയെ സംബന്ധിച്ച് നെതന്യാഹു കഴിഞ്ഞ ദിവസം നടത്തിയ ചില പ്രസ്താവനകൾ, അദ്ദേഹം അനുവദിച്ച ചില അഭിമുഖ സംഭാഷണങ്ങൾ, അതൊക്കെ വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. ഏത് വിധേനയെങ്കിലും തെഹ്റാനിലെ ഇസ്ലാമിക ഭരണകൂടത്തെ താഴെ ഇറക്കുക എന്ന ലക്ഷ്യം ഇസ്രായേലിനുണ്ട് എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഇതൊക്കെ വ്യക്തമാക്കുന്നത് അവരുടെ ആ നീക്കം അല്ലെങ്കിൽ ആ നിലപാട് തന്നെയാണ്. ഖമനയി ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം ഇസ്രായേലിന് സമാധാനത്തോടെ കഴിയാനാവില്ല എന്നാണ് നെതന്യാഹു കഴിഞ്ഞ ദിവസം അഭിപ്രായപ്പെട്ടത്. ഖമനയെ വധിച്ചാൽ പ്രശ്നങ്ങൾ അവസാനിക്കും. അദ്ദേഹത്തെ വധിക്കാൻ അല്ലെങ്കിൽ ഇല്ലായ്മ ചെയ്യാനുള്ള നീക്കങ്ങൾ ഇതുവരെ വേണ്ട എന്ന് വെച്ചിട്ടില്ല. വേണ്ട കാര്യങ്ങൾ വേണ്ടപ്പോൾ വേണ്ടതുപോലെ ചെയ്യുമെന്നായിരുന്നു നെതന്യാഹുവിന്റെ ഇത് സംബന്ധിച്ച കമന്റ്. ഇതിൽ നിന്ന് എന്താണ് വ്യക്തമാകുന്നത്? ഖമനിയെ ലക്ഷ്യമിടുന്നതിൽ നിന്ന് അവര് പിന്നാക്കം പോകുന്നില്ല. ഖമനിയെയാണ് അവരുടെ ഒരു ലക്ഷ്യം. അത് സാധിച്ചു കഴിഞ്ഞാൽ ഇസ്രായേലിന് സമാധാനത്തോടെ ജീവിക്കാൻ സാധിക്കും. അതാണ് നെതന്യാഹു പറയുന്നത്. ഖമനി എന്ന വ്യക്തിയല്ല ഇസ്രായേലിന്റെ പ്രശ്നം, ഖമനി നയിക്കുന്ന ഭരണകൂടമാണ്. അവര് ഇസ്രായേലിനോട് എടുക്കുന്ന നയം അല്ലെങ്കിൽ നിലപാടാണ്, അതിലാണ് മാറ്റം വരുത്തേണ്ടത്. ഇറാനിയൻ ഇന്റർനാഷണൽ എന്ന് പറയുന്ന ഒരു വാർത്താ ഏജൻസിക്ക് നൽകിയ അല്ലെങ്കിൽ ഒരു ടെലിവിഷൻ ശൃംഖലയ്ക്ക് നൽകിയ ഒരു അഭിമുഖ സംഭാഷണത്തിൽ അദ്ദേഹം വളരെ കൃത്യമായിട്ട് അദ്ദേഹത്തിന്റെ അജണ്ട പ്രഖ്യാപിക്കുകയുണ്ടായി. ബ്രിട്ടൻ കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന ഇറാനിയൻ ഇന്റർനാഷണൽ ഖമനിയ ഭരണകൂടത്തെ എതിർക്കുന്ന ഒരു വാർത്താ ശൃംഖലയാണ്. സുരക്ഷയുടെ പേരിൽ ഖമനയെ ഒരു രഹസ്യ കേന്ദ്രത്തിൽ ഒരു ബങ്കറിൽ പാർപ്പിച്ചിരിക്കുകയാണ് എന്ന വാർത്തയും ആദ്യം റിപ്പോർട്ട് ചെയ്തത് ഇറാനിയൻ ഇന്റർനാഷണൽ എന്ന് പറയുന്ന ഈ മാധ്യമ സ്ഥാപനമായിരുന്നു. അദ്ദേഹത്തിന്റെ രണ്ടാമത്തെ പുത്രൻ മൊജ്തബ ഖമനയും ഖമനയ്ക്കൊപ്പമുണ്ട് എന്നും അന്ന് ഈ ഏജൻസി റിപ്പോർട്ട് ചെയ്തിരുന്നു. ഖമനയി അദ്ദേഹത്തിന്റെ പിൻഗാമിയായി ഇപ്പോൾ കാണുന്നത് രണ്ടാമത്തെ ഈ മകനെയാണ്. ഇറാനിലെ സ്വേച്ഛാധിപത്യ ഭരണകൂടത്തെ നിഷ്കാസനം ചെയ്യാൻ ജനങ്ങൾ, അതായത് ഇറാൻ ജനത തയ്യാറാവണമെന്നാണ് ഇറാനിയൻ ഇന്റർനാഷണൽ എന്ന് പറയുന്ന ഏജൻസിക്ക് അല്ലെങ്കിൽ മാധ്യമ സ്ഥാപനത്തിന് നൽകിയ അഭിമുഖ സംഭാഷണത്തിൽ നെതന്യാഹു പറഞ്ഞിരിക്കുന്നത്. ഞങ്ങൾ നിങ്ങളുടെ ശത്രുക്കളല്ല, നിങ്ങൾ ഞങ്ങൾക്കും ശത്രുക്കളല്ല. നിങ്ങൾക്ക് സ്വതന്ത്രരാവാൻ എത്രയും പെട്ടെന്ന് അവസരം ലഭിക്കും. ഇറാനിലെ ജനങ്ങളോടൊപ്പം ഇസ്രയേൽ ഉണ്ടാവും. ഈ തീവ്ര സ്വേച്ഛാധിപത്യ ഭരണകൂടം മറ്റുള്ളവരുടെ മേൽ അടിച്ചേൽപ്പിച്ചിരിക്കുന്ന ഈ ഭ്രാന്തിനെതിരെ നമ്മൾ എല്ലാവരും ഒന്നിച്ചു നിൽക്കണം എന്നും നെതന്യാഹു പറയുന്നുണ്ട്. ലോകത്തെ ഏറ്റവും മഹത്തായ ഒരു നാഗരികതയായിട്ടാണ് ഇറാനെ ഈ അഭിമുഖത്തിൽ നെതന്യാഹു വിശേഷിപ്പിക്കുന്നത്. ആ പഴയ പാരമ്പര്യത്തിലേക്ക് അല്ലെങ്കിൽ ആ പൈതൃകത്തിലേക്ക് തിരിച്ചു പോകാൻ, ആ മഹത്തായ കാലത്തേക്കുള്ള ഒരു മടങ്ങിപ്പോക്കിന് ഇപ്പോഴും ഇറാന് അവസരമുണ്ട്. ഒരു വെളിച്ചം കൊളുത്തി ഇറാനെ, നിങ്ങളുടെ രാജ്യത്തെ നിങ്ങൾ സ്വാതന്ത്ര്യത്തിലേക്ക് നയിക്കുകയാണ് വേണ്ടത് എന്നാണ് നെതന്യാഹു പറയുന്നത്. ഇത് കൃത്യമായിട്ടും ഇറാൻ ജനതയോടുള്ളൊരു ആഹ്വാനമാണ്. ഖമനയുടെ നേതൃത്വത്തിലുള്ള ഭരണകൂടത്തെ നിഷ്കാസനം ചെയ്യാൻ, പകരം ഒരു പുതിയ ഭരണകൂടത്തെ കൊണ്ടുവരുന്നതിന് ജനങ്ങൾ തയ്യാറാവണമെന്ന ആവശ്യമാണ് ജനങ്ങളുടെ മുമ്പിൽ നെതന്യാഹു അവതരിപ്പിക്കുന്നത്. ഇറാനിൽ ഒരു ഭരണകൂട മാറ്റത്തിനുള്ള സാധ്യതകൾ, സാഹചര്യങ്ങൾ കണ്ടുകൊണ്ടാണ് ഇസ്രായേൽ ഈ നീക്കം ആരംഭിച്ചിരിക്കുന്നത് അല്ലെങ്കിൽ ഈ നീക്കം നടത്തുന്നത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുക. ഖമനയുടെ ഏറ്റവും അടുത്തു നിന്ന നേതാക്കളുടെ ഒരു വിഭാഗത്തെ തന്നെ കഴിഞ്ഞ വെള്ളിയാഴ്ചയും പിന്നീട് നടന്ന മിസൈൽ ആക്രമണത്തിൽ വധിക്കാൻ ഇസ്രായേലിന് സാധിച്ചിരുന്നു. അവരുടെ
സംയുക്ത സൈനിക കമാൻഡർ, അതുപോലെ തന്നെ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ്സിന്റെ തലവൻ, അതിന്റെ ഉപമേധാവി, 13ഓളം ആണവ ശാസ്ത്രജ്ഞന്മാർ, ഖമനിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഉപദേശകൻ, ഇവരെയൊക്കെ ആദ്യ ദിവസത്തെ ആക്രമണത്തിൽ തന്നെ ഇസ്രായേൽ വധിച്ചു. പിന്നീട് കഴിഞ്ഞ ദിവസം നടന്ന മിസൈൽ ആക്രമണത്തിൽ അവരുടെ രഹസ്യാന്വേഷണ ഏജൻസിയുടെ തലവനായ മുഹമ്മദ് ഖാസിമിനെയും ഉപമേധാവിയായ ഹസൻ മൊഹാക്കിയെയും അവര് കൊലപ്പെടുത്തി. അങ്ങനെ ഖമനിയോടൊപ്പം നിന്നിരുന്ന, അദ്ദേഹത്തിന്റെ പിന്തുണക്കാരായി നിന്നിരുന്ന മുതിർന്ന പല നേതാക്കളും ഇപ്പോൾ ഇല്ലാതായിട്ടുണ്ട്. അത് മാത്രമല്ല, അവിടെ ശക്തമായ ഒരു പ്രതിപക്ഷത്തിന്റെ സാന്നിധ്യമുണ്ട്. ഒരു പുതിയ ജനാധിപത്യ ബോധമുള്ള ഒരു ഭരണകൂടം വരണം, അല്ലെങ്കിൽ പുരോഗമന സ്വഭാവത്തിലുള്ള ഒരു സർക്കാരാണ് ഇനി ഉണ്ടാവേണ്ടതെന്ന് ആഗ്രഹിക്കുന്ന ഒരു വലിയ വിഭാഗം ഇറാനിലുണ്ട്. 2022 സെപ്റ്റംബറിൽ മാസ അമ്നി എന്ന് പറയുന്ന 22കാരിയായ ഒരു പെൺകുട്ടി അവർ അറസ്റ്റിലായി. ഇസ്ലാമിക സമ്പ്രദായത്തിലുള്ള വസ്ത്രധാരണത്തിന് തയ്യാറാവാതിരുന്നതായിരുന്നു കാരണം. പർദ്ദയും മറ്റും ധരിക്കാൻ അവർ വിസമ്മതിച്ചു. അതിനെ തുടർന്ന് അറസ്റ്റിലായി. അവർ പോലീസ് കസ്റ്റഡിയിൽ മരിച്ചു. അതിനെ തുടർന്ന് 2022-ലും 2023-ലും ഇറാനിൽ വലിയ പ്രതിഷേധം, ജനകീയ പ്രതിഷേധം ഉയർന്നു വന്നതാണ്. പിന്നീട് ഖമേനി ഭരണകൂടം ശക്തിയും സൈനിക ബലവും പോലീസിനെയൊക്കെ ഉപയോഗിച്ച് അതിനെ അടിച്ചമർത്തുകയായിരുന്നു. അത് മാത്രമല്ല, അവിടുത്തെ ഇപ്പോഴത്തെ പ്രസിഡന്റ് മസൂദ് പെഷ്കിയാൻ, അദ്ദേഹം ഒരു പുരോഗമന ചിന്താഗതിക്കാരനാണ്. ഖമേനിയുടെ തീവ്രവാദ നിലപാടുകളെ 100% പിന്താങ്ങുന്ന ആളല്ല. ഇപ്പോഴവിടെ നിന്നു പോകണമെങ്കിൽ ഖമേനിയെ, അദ്ദേഹത്തിന്റെ നയങ്ങളെ, നിലപാടുകളെ അംഗീകരിച്ചേ പറ്റൂ. പക്ഷേ പലപ്പോഴും അദ്ദേഹത്തിന്റെ സ്വതന്ത്ര നിലപാടുകൾ ഉയർത്തിപ്പിടിക്കാറുണ്ട്. 2013 പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം പത്രിക നൽകിയെങ്കിലും പിന്മാറി. 2021 അദ്ദേഹത്തെ അയോഗ്യനായി പ്രഖ്യാപിച്ചു. പക്ഷേ 2024 നടന്ന ഇലക്ഷനിൽ 54.76% ജനകീയ വോട്ടുകൾ നേടി അദ്ദേഹം വിജയിച്ചു. ഖമേനി ഭരണകൂടം അദ്ദേഹത്തിന്റെ സ്ഥാനാർത്ഥിത്വത്തെ പിന്താങ്ങിയിരുന്നില്ല. എന്നിട്ടും 54%-ലേറെ ആളുകൾ അദ്ദേഹത്തെ പിന്താങ്ങുകയാണ് ചെയ്തത്. അങ്ങനെയാണ് അദ്ദേഹം പ്രസിഡന്റ് ആയത്. 2024 ജൂലൈയിൽ ഹമാസിന്റെ നേതാവായ ഇസ്മയിൽ ഹനിയയെ ഇസ്രയേൽ രഹസ്യാന്വേഷണ സംഘടനയായ മൊസാദ് ടെഹ്റാനിൽ വെച്ച് കൊലപ്പെടുത്തി. അന്ന് ഖമേനി പറഞ്ഞത് നമ്മൾ ഇസ്രയേലിനെതിരെ യുദ്ധം നടത്തണം എന്നാണ്. അവരെ ഒരു പാഠം പഠിപ്പിക്കണം എന്ന് അദ്ദേഹം ആഹ്വാനം ചെയ്തു. പക്ഷെ പ്രസിഡന്റ് എന്ന നിലയിൽ ആ നിലപാട് തിരുത്തുവാൻ ഖമേനിയെ നിർബന്ധിച്ചത് പെസഷ്കിയാൻ ആയിരുന്നു. അത് മാത്രമല്ല, റവല്യൂഷണറി ഇസ്ലാമിക് ഗാർഡ്സുമായും പല കാര്യങ്ങളിൽ അദ്ദേഹം വ്യത്യസ്ത അഭിപ്രായങ്ങൾ ഉയർത്തിപ്പിടിച്ചിട്ടുണ്ട്. ഇപ്പോഴത്തെ ഈ യുദ്ധത്തിൽ അദ്ദേഹം ഗവൺമെന്റിനൊപ്പമാണ്, ഖമേനിക്കൊപ്പമാണ്. പക്ഷേ അദ്ദേഹം ഒരു പുരോഗമന ചിന്താഗതിക്കാരനാണ് എന്നുള്ളത് നമുക്കിപ്പോൾ മറക്കാൻ സാധിക്കില്ല. വ്യോമയുദ്ധത്തിൽ ഇസ്രായേലിനെതിരെ പിടിച്ചു നിൽക്കാനാവുമോ എന്ന സംശയം ഇറാന് ഉണ്ടായിട്ടുണ്ടെന്നാണ് ഇതുവരെയുള്ള സംഭവ വികാസങ്ങളിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. കാരണം രണ്ടു കൂട്ടരും മിസൈലുകളുടെയൊക്കെ ശക്തിയിൽ ഏതാണ്ട് തുല്യമാണെങ്കിലും ഇസ്രായേൽ കാട്ടുന്ന പ്രിസിഷൻ അല്ലെങ്കിൽ കൃത്യത, അവർ ഉദ്ദേശിക്കുന്ന ലക്ഷ്യസ്ഥാനങ്ങളിൽ അവർക്ക് മിസൈല് എത്തിക്കാൻ സാധിക്കുന്നു, വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കാൻ പറ്റുന്നു. അവരങ്ങനെയാണ് ചെയ്തത്. വെള്ളിയാഴ്ച മുതൽ ആണവ കേന്ദ്രങ്ങൾ, അതുപോലെ തന്നെ ടെലിവിഷൻ കേന്ദ്രം, വിവിധ മന്ത്രാലയങ്ങളുടെ ആസ്ഥാനം, എണ്ണപ്പാടങ്ങൾ, എണ്ണ ശുദ്ധീകരണ ശാലകൾ, ഇതൊക്കെയാണ് അവർ ലക്ഷ്യമിടുന്നത്. കൃത്യമായിട്ട് അവിടെ അവരുടെ മിസൈലുകൾ എത്തിക്കുന്നതിന് അവർക്ക് സാധിക്കുന്നുമുണ്ട്. പക്ഷേ ഇറാന് അത്രത്തോളം പ്രിസിഷൻ അല്ലെങ്കിൽ കൃത്യത കൈവരിക്കാൻ സാധിക്കുന്നില്ല. പലപ്പോഴും അവരുടെ മിസൈലുകൾ ഇസ്രായേലിന്റെ അയൺ ഡോം ഭേദിച്ച് എത്തുന്നുണ്ട്. അത് പലപ്പോഴും ചെന്ന് വീഴുന്നത് ജനവാസ കേന്ദ്രങ്ങളിലാണ്, ചിലപ്പോൾ വളരെ തുറസായ സ്ഥലങ്ങളിലാണ്. ഇത്തരത്തിലുള്ള ഒരു പോരായ്മ അവർക്ക് സംഭവിക്കുന്നുണ്ട്. അതാണ് പറഞ്ഞ തിങ്കളാഴ്ചത്തെ രാത്രിയിലെ യുദ്ധത്തിൽ ഇസ്രായേലിന് ഒരു മേൽക്കൈ കിട്ടിയെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. അത് മാത്രമല്ല, ഇറാന്റെ കൈവശം ഉണ്ടായിരുന്ന മിസൈലുകളിൽ 3/4 ഇതിനകം നശിച്ചു അല്ലെങ്കിൽ ഇല്ലാതായി എന്ന വാർത്തകളും പുറത്തേക്ക് വരുന്നുണ്ട്. തിങ്കളാഴ്ച രാത്രിയിലും അവര് ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾ ലക്ഷ്യമാക്കി. അതുകൊണ്ടായിരിക്കാം സൗദി അറേബ്യ, ഒമാൻ, ഖത്തർ മുതലായ രാജ്യങ്ങളെ ഉപയോഗിച്ച് അമേരിക്കയുമായി ഒരു ധാരണയ്ക്ക് അല്ലെങ്കിൽ ഒരു സന്ധി സംഭാഷണത്തിന്റെ സാധ്യതകൾക്ക് അവർ തയ്യാറാവുന്നത്. ആണവ പരീക്ഷണങ്ങളുടെയും ആണവ ആയുധ നിർമ്മാണത്തിന്റെയും കാര്യത്തിൽ അവരുടെ നിലപാടുകൾ ലഘൂകരിക്കാം, അല്ലെങ്കിൽ അയവ് വരുത്താമെന്ന ഒരു വാഗ്ദാനവും ഇറാൻ നൽകിയിട്ടുണ്ട്. കാരണം അവര് ഒരുപക്ഷെ ടെഹ്റാനിലെ ജനങ്ങള് ആക്രമണങ്ങൾ തുടരുകയാണെങ്കിൽ അവരെന്ത് നിലപാടെടുക്കും? അവർ അക്രമണാസക്തരാകുമോ? അത് ഭരണകൂടത്തിന്റെ നിലനിൽപ്പിനെ ബാധിക്കുമോ എന്നീ സംശയങ്ങളൊക്കെ അവർക്കുണ്ടാവാം. അതുകൊണ്ടാവാം ഇപ്പോൾ
അവരൊരു സമാധാന ശ്രമത്തിന് മുന്നോട്ട് വരുന്നത്. പക്ഷേ ഏറ്റവും അവസാനം പുറത്തു വരുന്ന മറ്റൊരു വാർത്തയുണ്ട്. ഇറാൻ ആണവ നിർവ്യാപന കരാറിൽ നിന്ന് പിന്മാറാൻ പോകുന്നു എന്നുള്ളതാണ്. അത് സംബന്ധിച്ചൊരു ബില്ല് പാർലമെന്റിൽ അവതരിപ്പിച്ച് പാസ്സാക്കാൻ ഇറാൻ ഭരണകൂടം തീരുമാനിച്ചു എന്ന വാർത്തകൾ വരുന്നുണ്ട്. അതിന്റെ അർത്ഥം എന്ന് പറയുന്നത് അവർക്ക് യാതൊരു നിയന്ത്രണവും കൂടാതെ, യുഎന്നിന്റെ ആണവോർജ ഏജൻസിയുടെ നിയന്ത്രണങ്ങളോ പരിശോധനകളോ കൂടാതെ അവർക്ക് സ്വന്തം ഇഷ്ടത്തിന് ആണവായുധങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കും. ഇത് രണ്ടും കൂടെ എങ്ങനെ മുന്നോട്ട് പോകും? അതായത് സമാധാന ചർച്ചകൾക്ക് വേണ്ടി അവർ ആഗ്രഹിക്കുന്നു, അതേസമയം ആണവ നിർവ്യാപന കരാറിൽ നിന്ന് പിന്മാറാനും ചിന്തിക്കുന്നു. ഇത് രണ്ടും കൂടെ എങ്ങനെ പോകും എന്ന കാര്യത്തിലും സംശയമുണ്ട്. കനഡയിൽ നിന്ന് മടങ്ങിയ ട്രംപിന്റെ അടുത്ത നീക്കങ്ങൾ വളരെ ശ്രദ്ധയോടെയാണ് ലോകം നോക്കുന്നത്. പശ്ചിമേഷ്യയിലെ സമാധാനം കൈവരിക്കാനുള്ള ഒരു മാർഗം അതാണ്. ഇപ്പോൾ വ്ളാഡിമിർ പുതിനും തുർക്കിയുടെ പ്രസിഡന്റ് എർദോഗാനും ഒക്കെ മധ്യസ്ഥ ശ്രമങ്ങൾക്ക് തയ്യാറാണെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഈ രണ്ട് നേതാക്കളെ ഇസ്രായേൽ ഒട്ടും വിശ്വസിക്കണമെന്നില്ല. അതൊക്കെയാണ് പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾ. അത് മാത്രമല്ല, ദക്ഷിണ ചൈന കടലിൽ ഉണ്ടായിരുന്ന USS നിമിറ്റ്സ് എന്ന് പറയുന്ന ഒരു പടക്കപ്പൽ വ്യൂഹം ഇപ്പോൾ പശ്ചിമേഷ്യയിലേക്ക് നീങ്ങിയിട്ടുമുണ്ട്. അടുത്ത ദിവസങ്ങൾ തീർച്ചയായും പശ്ചിമേഷ്യയെ സംബന്ധിച്ചിടത്തോളം വളരെ നിർണായകമായിരിക്കും എന്ന കാര്യത്തിൽ സംശയമില്ല.